നിങ്ങൾ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് 1201 മീനമാസം 6-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 20-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് ശുക്രവാരം. സൂര്യോദയം തൃശ്ശൂരിൽ 6:32, അസ്തമയവും 6:32 തന്നെ. ഇന്നത്തെ രാഹുകാലം വെള്ളിയാഴ്ച നിങ്ങൾക്കറിയാം. 10:30 മുതൽ 12 മണി വരെയുള്ള സമയം. ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല. ഇന്നത്തെ തിഥി വെളുത്ത പക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. അമാവാസി കറുത്തവാവ് കഴിഞ്ഞ് ചന്ദ്രൻ വെളുത്തപക്ഷം 5-ാം തീയതി വരെ ദുർബലമാണെന്ന് അറിയുക. അതിലേറ്റവും ദുർബലമാണ് 5-ാം തീയതിക്കുള്ളിൽ പ്രതിപദം തിഥി, 1-ാമത്തെ തിഥി ദാരിദ്ര്യം പ്രതിപദം കുര്യാത്. പിന്നെ അങ്ങേറ്റം ദുർബലമാണ് വെളുത്തപക്ഷത്തിലായാലും കറുത്തപക്ഷത്തിലായാലും ചതുർത്ഥി തിഥി രിക്താതിഥി. അതാണ് ചന്ദ്രനെ കാണുമ്പോഴാണ്, കറുത്തവാവും ചന്ദ്രനെ കാണുമ്പോഴാണ് പെരുന്നാൾ, ചെറിയ പെരുന്നാൾ ആരംഭിക്കുക. ഇന്നത്തെ ദിനം ശുക്രവാരം, വെള്ളിയാഴ്ച ശുഭദിനമാണ്. പക്ഷേ ഗർഭിണികൾ, നാൽക്കാലികൾ, അപ്രകാരം തന്നെ യുവതികളും അല്ലെങ്കിൽ സ്ത്രീകളും അധികം സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനമാണ് വെള്ളിയാഴ്ച എന്നറിയുക. ഇന്നത്തെ നക്ഷത്രം നിങ്ങൾ അറിയണം, രേവതി നക്ഷത്രമാണ്. രേവതി ശുഭനക്ഷത്രമാണ്. ഉത്രത്രയത്തിൽപ്പെടുന്ന 9 നക്ഷത്ര സമൂഹത്തിൽപ്പെടുന്നു രേവതി നക്ഷത്രവും. ഇവിടെ രേവതിക്ക് ഗണ്ടാത ദോഷമുണ്ട്. അശ്വതി മകം മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയും ആയില്യം തൃക്കേട്ട രേവതിയുടെ അവസാനത്തെ 15 നാഴികയും ഗണ്ടാന്ത നക്ഷത്രമാണ്. ഗണ്ടാന്ത പുഷ്കലെ ജാതോ മാതൃപിതൃ കുലാന്തക. ഗണ്ടാന്തത്തിൽ ജനിച്ച ഒരു കുട്ടി തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കുലത്തിന് ദോഷമുണ്ടാക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ 15 നാഴികയിലെ 3:45 നാഴിക വളരെ ദോഷമാണെന്നറിയുക. രേവതി നക്ഷത്രത്തിന് മറ്റൊരു ദോഷം എന്താണ്? വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രം. നിങ്ങൾ കേട്ടിരിക്കും, കൃത്രിക ഭാഗ്യമൂലാച്ച മകാചിത്രാച്ച രേവതി. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ഈ 6 നക്ഷത്രങ്ങൾ ആദാതവ്യം ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. തച്ഛേഷന്തു വിനശ്യതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയപ്പെടുന്നു. നല്ലൊരു മുഹൂർത്തം ആവശ്യമുണ്ടെങ്കിൽ 12:30 മുതൽ 1:30 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ്. അത് ആദിത്യൻ്റെ കാലഹോരയാവട്ടെ. എങ്കിലും ആ രാശി മിഥുനൻ രാശിയാണ്. 9-ൽ ആദിത്യം നിൽക്കുന്നു, അനുകൂലമായി വരും. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രാർത്ഥിക്കേണ്ടുന്ന മന്ത്രം എന്താണ്? രേവതിയാണ്. രേവതി നക്ഷത്രത്തെ ഭരിക്കുന്ന ഗ്രഹം ബുധനാണ്. വെള്ളിയാഴ്ചയാണ്. ഇന്ന് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ അവിടെ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി സമർപ്പിക്കണം. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ. ഇതാകുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മന്ത്രം. എല്ലാ ക്ലേശങ്ങളും നരസിംഹസ്വാമി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തീർത്തു നൽകും, ഒരു സംശയവുമില്ല. നല്ലൊരു ശുഭ ദിനം ഇന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.